ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടൻ ഹരീഷ് പേരടി ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാനത് വാർത്തകളിലൂടെ അറിഞ്ഞാൽ നിങ്ങളാണല്ലോ കൂടുതൽ പഠിച്ച് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പുറത്തേക്ക് വിടുന്നതിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കാരണം ഒരു ചാക്കിൽ ഉപ്പാണോ പഞ്ചാരയാണോ എന്ന് അറിയാതെ മുഴുവൻ തിന്നു നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം അത് നമ്മളൊക്കെ കാത്തിരുന്ന റിപ്പോർട്ടായിരുന്നു. ഇത്ര വർഷത്തോളം 5 വർഷത്തോളം ഇത് എന്തിനാണ് പൂഴ്ത്തി വെച്ചത് എന്ന് മാത്രമേ മനസ്സിലാവും. ആരെ പേടിച്ചിട്ടാണെന്നുള്ളത് കൂടി ഇവരൊക്കെ വ്യക്തമാക്കേണ്ടതാണ്. ഏതായാലും ഇത് പുറത്തേക്ക് വന്ന സ്ഥിതിക്ക് ഇനി അതിനെതിരെയുള്ള അതിൻ്റെ ഒരു പരാമർശിക്കപ്പെട്ടവർക്കെതിരെയുള്ള ഉചിതമായ നടപടികളാണ് പൊതുസമൂഹം കാത്തിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും ഇതിൽ പ്രസക്തമായൊരു കാര്യം. മറ്റൊരു കാര്യം, ഈ വിഷയം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഒരു പറ്റം നട്ടലുള്ള കുറച്ച് പെൺകുട്ടികളുടെ കൂട്ടായ്മയായ WCC എന്ന് പറഞ്ഞ സംഘടന ശക്തമായ അതിനൊരു പരാതി ഉന്നയിക്കും. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ ഉണ്ടാകുന്നത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടികളായിരുന്നു ശരി എന്നതുകൂടെ വ്യക്തമാവുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്. ക്ലീനിങ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണെന്നറിയാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് മാറ്റിവെച്ച 70 പേജുകളുണ്ടല്ലോ, ആ 70 പേജുകളുടെ വരികൾക്കിടയിൽ നിന്നാണ് ആദ്യത്തെ ക്ലീനിങ് തുടങ്ങേണ്ടത്. കാരണം